നമ്മുടെ ഒരു ഓപ്പറേറ്റർ, ഒരു റെജി ജോസഫ്, ഗിന്നസ് അവാർഡ് നേടിയ റെജി ജോസഫ്, അദ്ദേഹം 250ഓളം കർഷക വിത്തുകൾ സൂക്ഷിച്ച് കഴിഞ്ഞ 30 വർഷമായി അത് പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗിന്നസ് അവാർഡ് ഞങ്ങളുടെ ഒരു ഓപ്പറേറ്റർക്ക് കിട്ടിയിട്ടുണ്ട്. റാന്നി മേഖലയുള്ള ഓപ്പറേറ്ററാണ്. 2 ലിംക അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജൈവ കർഷകനുള്ള അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിനുള്ള പുരസ്കാരം പ്രതിപക്ഷ നേതാവ് നൽകുകയാണ്. പ്രതിപക്ഷ നേതാവിന് ഒരു ഉപകാരം നൽകുന്നതിനായി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവറുകളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അഭിമാന പ്ലാനായിട്ടുള്ള KV കണക്റ്റിന്റെ വീഡിയോ പ്രസന്റേഷനാണ് ഇപ്പോൾ അത് നടക്കും. Kerala Vision presents KV Connect. Here's how a Kerala Vision user experiences it. Meet Rimi, a freelancer who uses the internet regularly. Her job often involves traveling, meeting clients and attending business events. Hence, she has to be connected to the world. It's a good thing that Rimi is a Kerala Vision broadband customer. KV Connect Wi-Fi hotspots seamlessly use her home internet plan anywhere and everywhere in Kerala, helping her business thrive happily. Zero hassle and no additional subscriptions. All thanks to Kerala Vision. KV Connect. Browse without boundaries. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി വൈസ് പ്രസിഡന്റ്. ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹൻ നമ്മളെ ഏറെ അഭിമാനത്തോടു കൂടിയും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ നേരിട്ടിട്ടുള്ള പ്രതിബന്ധങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ സമാപിക്കുമ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ആശയങ്ങൾ നമ്മൾ നമ്മുടെ ജില്ലകളിൽ ജില്ലാ കൺവെൻഷൻ, സോണൽ കൺവെൻഷൻ എന്ന രീതിയിൽ നമ്മൾ നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം കൂട്ടായ്മകളിലൂടെ ഉണ്ടായിട്ടുള്ള കരുത്ത് ഊർജ്ജമാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ നിന്നുണ്ടായിട്ടുള്ള ആശയങ്ങൾ നടപ്പിൽ വരുത്തണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള വലിയ നിർദ്ദേശങ്ങളും ചർച്ചകളും ചെറിയ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ പോസിറ്റീവായി എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത 2025 എന്ന വിഷൻ 2025 എന്ന നമ്മുടെ ദൗത്യം പൂർത്തിയാക്കണമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട മഹത്തായ ചടങ്ങുകൾ, ഒന്ന് നമ്മുടെ ഇനി വരുന്ന ബിസിനസ്സിൻ്റെ സാധ്യതകൾ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ക്ലസ്റ്റർ സംവിധാനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നലെകളിൽ നമ്മൾ കേബിൾ ടി ഓപ്പറേറ്റർ അല്ലെങ്കിൽ LCO എന്ന് പറയുന്ന ആ പേര് മാറ്റിക്കൊണ്ട് കുറേ കൂടി പ്രൊഫഷണൽ സമീപനം സ്വീകരിച്ചുകൊണ്ട് മൾട്ടി സർവീസ് പ്രൊവൈഡർമാർ എന്ന തരത്തിലേക്ക് മാറേണ്ടതുണ്ട്. ആ രീതിയിലേക്കുള്ള കാൽവെപ്പുകളായിരിക്കണം ഇവിടെ ഒന്ന് ഉണ്ടാക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചിട്ടുള്ള ശ്രീ പ്രവീൺ മോഹനെ നന്ദി അറിയിക്കുന്നു ഈ കൺവെൻഷൻ്റെ പേരിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ കാലങ്ങളായി നമ്മുടെ പ്രയാസങ്ങളും ഇവിടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ സൂചിപ്പിച്ച നമ്മുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം നമ്മുടെ ആ പ്രയാസങ്ങൾ ഏറ്റെടുക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ഈ കൺവെൻഷൻ്റെ പേരിലും KBT അസോസിയേഷൻ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട KBT ഓപ്പറേറ്റർമാരെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചർച്ച തുടരുകയാണ്. നേരത്തെ
ഗ്രൂപ്പ് 1 നിന്ന് ബിജോയ്, 1 മിനിറ്റ് കൂടി ബാലൻസ് ഉണ്ട്. ബിജോയ്ക്ക് വരാം.